ദർശനമാലയിലെ അധ്യാരോപ ദർശനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിൽ പറയുന്നത് അകക്കൂടി നോക്കിയാൽ അധ്യാരോപിതമായ ഒരു ദർശനമാണ്. എന്തുകൊണ്ടെന്നാൽ ദർശനമാലയിൽ ഗുരു അവതരിപ്പിക്കുന്നത് ശുദ്ധ വേദാന്തമാണ്. വേദാന്തത്തിൻ്റെ നിലപാടനുസരിച്ച് ഇന്നലെ ഞങ്ങളുടെ എടുത്ത ആത്മോപദേശ ശതകം ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല, നാമരൂപം. പിന്നെ മരുവിലമർന്ന മരീചി നീടുമ്പോൾ നിൽപ്പൊരു പെരുളാം പെരുളല്ലോർത്തിരയണം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയമെങ്ങൊരു ദിക്കിൽ ഒത്തുവാഴും. ഗതീവമൊന്നിനുമെങ്ങുമില്ല, ഇതോർത്താൽ ക്ഷിതി മുതലായ ഭഗീരു മാത്രമാകും. ഇതൊക്കെ ഗുരുവിൻ്റെ അന്തിമമായ നിലപാടാണ്. ഇവിടെ സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, ലയവുമില്ല, എല്ലാം ഒരു ചിത്പ്രഭാവമാണ് എന്നതാണ് ഗുരുവിൻ്റെ അന്തിമമായ നിലപാട്. അപ്പോൾ ഇതിൽ പറയുന്നത് സൃഷ്ടി കൊണ്ട് ആദിയിൽ പരമേശ്വരൻ സ്വപ്നത്തിലെന്ന പോലെ സൃഷ്ടിച്ചു എന്നൊക്കെ. പ്രകടമായി നോക്കിയാൽ സൃഷ്ടി ഉണ്ടെന്ന് തോന്നും. പിന്നെ അതിനകത്ത് സൂക്ഷ്മമായി നോക്കിയാൽ ഇല്ല എന്നും മനസ്സിലാകും. സ്വപ്നത്തിലെന്ന പോലെ സ്വപ്നം ഉള്ളതാണോ? സ്വപ്നം യഥാർത്ഥ ദൃഷ്ടിയെ നോക്കിയാൽ ഇല്ലാത്തതാണ്. സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടത് സത്യമാണെന്ന് തോന്നും. എങ്കിലും ഉണർന്നു നോക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ, ഇത് സ്വപ്നമായിരുന്നല്ലോ എന്ന് തോന്നും. അതുപോലെ ഉള്ള സൃഷ്ടിയാണ് പരമേശ്വരൻ നടത്തിയത്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നു, ആസീത് പ്രകൃതിരേവേദം യഥാദൗ യോഗവൈഭവ വ്യതനോദ് അഥ യോഗീവ സിദ്ധിജാലം ജഗത്പതി. ജഗത്പതിയായിട്ടുള്ളവൻ സിദ്ധിജാലം എന്നതുപോലെ, യോഗി സിദ്ധിജാലം എന്നതുപോലെ സൃഷ്ടിച്ചു എന്ന്. പിന്നെ ആദിയിൽ എന്തുണ്ടായിരുന്നു? ജഗത്പതി ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, പ്രകൃതി ഉണ്ടായിരുന്നു എന്നാണ്. പ്രകൃതി എന്നുള്ളത് ഈ കൃതിയിൽ ഇതുവരെ 5 ശ്ലോകത്തിലും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നു. വന്നിട്ടുണ്ടോ സ്വാമി? അപ്പോൾ ആദ്യമായി ഈ കൃതിയിൽ പ്രകൃതിയെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകൃതി ഏതാണ്? നമുക്കറിയാം, പ്രകൃതി ഫിലോസഫിയിൽ പൊതുവെ വന്നിട്ടുള്ളത് സാഖ്യദർശനത്തിലെ
പ്രകൃതി പുരുഷന്മാർ എന്ന സങ്കല്പത്തിലാണ്. ആ പ്രകൃതിയല്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം, ആ പ്രകൃതി അത് തന്നെയാണ് പറയുന്ന പ്രകൃതി പുരുഷന്റെ സ്ഥാനത്ത് ജഗത്പതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജഗത്പതിയും പുരുഷനും അല്ല പ്രകൃതിയും രണ്ട് തത്വങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാം. എന്നാലും ഗുരു ഈ കൃതിയിൽ അധ്യാരോപദർശനത്തിൽ പോലും അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അദ്വൈത ദർശനം തന്നെയാണ്. ഈ കൃതിയിൽ ആദ്യന്തം അദ്വൈത സത്യത്തിൻ്റെ സ്ഥാനത്ത് കാണുന്നത് എന്തിനെയാണ് കാണുന്നത്? പരമേശ്വരനെ അല്ലേ? അദ്വൈത സത്യത്തെ പരമേശ്വരനായിട്ട് കാണുമ്പോൾ, പരമേശ്വരൻ എന്നത് ഇവിടെ ശിവനല്ല, ഈശ്വരൻ്റെ പരമമായ ഭാവം. ഈശ്വരൻ എന്നാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, ഈശനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അതിനെ തന്നെയാണ് ഇവിടെ ജഗത്പതിയായിട്ട് കാണുന്നത്. ഇപ്പോൾ ജഗത്തുണ്ട്, ആ ജഗത്തിൻ്റെ പതിയാണ് ആദ്യം പറഞ്ഞ പരമേശ്വരൻ. ആ ജഗത്തെങ്ങനെയുണ്ടായി? ആസീത് പ്രകൃതിരേവേദം. ആദിയിൽ ഉണ്ടായിരുന്നത് പ്രകൃതി മാത്രമാണ്. നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തിൽ പ്രകൃതി എന്ന ഒരു സങ്കല്പത്തിന് സ്ഥാനമുണ്ട്. ആ പ്രകൃതി എന്താണെന്ന് ഈ മായാദർശനത്തിൽ, ഈ ദർശനമാലയിൽ തന്നെ മായാദർശനത്തിൻ്റെ അവസാനം പറയുകയും ചെയ്യും. പക്ഷേ അവിടെ ജഗത്പതിക്ക് ഒരു സ്ഥാനവുമില്ല. അപ്പോൾ ജഗത്പതിയോട് ചേർത്ത് വച്ച്, അല്ലെങ്കിൽ പരമേശ്വരനോട് ചേർത്ത് വച്ച് വേണം ഇവിടെ പ്രകൃതിയെ കാണേണ്ടത്. പ്രകൃതിയെ ആത്മോപദേശ ശതകത്തിൽ വരുന്നുണ്ട് പ്രകൃതി. ഏതാണ് ആ പ്രകൃതി? സ്വന്തം മായയാൽ ആത്മാവ് ക്രിയാത്മകമായിട്ടാണ് വർത്തിക്കുന്നത്. ആത്മാവ് എന്നത് ഒരു സത്യമെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ സത്യം അല്ല. അത് നിഷ്ക്രിയമായിട്ടൊരിക്കലും ഇരിക്കുന്നില്ല. ക്രിയാത്മകമായി, ചലനാത്മകമായി എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടും ബാഹ്യമായി മാറ്റങ്ങൾക്ക് ആന്തരികമായി ക്രിയാത്മകമായിരിക്കുമ്പോൾ ബാഹ്യമായി അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ അതിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ത്രിഗുണങ്ങളെല്ലാം പ്രകടമായിത്തീരുന്നു. ഇങ്ങനെ നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ജഗത്പതി തന്നെ, ആത്മാവ് എന്ന സങ്കല്പം ഇതുവരെ ദർശനമാലയിൽ വന്നിട്ടില്ല. അതിന് അടുത്ത ശ്ലോകം തൊട്ടേ വരികയുള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ളത് പരമേശ്വരനാണ്. ആ പരമേശ്വരൻ തന്നെ മായ വന്നിട്ടുണ്ട്. മായാവിയെപ്പോലെ പരമേശ്വരൻ
ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നുള്ള പരാമർശം നേരത്തെ വരുന്നിട്ടുണ്ട്. സ്വന്തം മായയാൽ, പരമേശ്വരൻ സ്വന്തം മായയാൽ ക്രിയാത്മകമായി വർത്തിക്കുമ്പോൾ അതിനെ ആണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പരമേശ്വരനെ നമുക്ക് ഒരീശ്വരനായി സങ്കല്പിക്കും. ഇവിടുത്തെ ഈ അധ്യായത്തിലെ പരമേശ്വരൻ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ജഗത്പതി, ഒരീശ്വരനായി നമുക്ക് സങ്കല്പിക്കാം. അതേസമയം ക്രിയാത്മകമായിരിക്കുന്ന ഒരു സത്യമായും സങ്കല്പിക്കാം. വാസ്തവത്തിൽ അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെ പരമേശ്വരനെ തന്നെ ക്രിയാത്മകമായി വർത്തിക്കുന്ന ഒരു സത്യമായി കാണുമ്പോൾ അത് പ്രകൃതിയായി. അപ്പോൾ ആദിയിൽ പരമേശ്വരനാണ്, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ സങ്കല്പമാണ് ഉണ്ടായിരുന്നത് എന്നതിൻ്റെ സ്ഥാനത്ത് ആ സങ്കല്പം തന്നെ കുറച്ചുകൂടെ മൂർത്തമായി പ്രകൃതിയായി ഇവിടെ പ്രകടമാകുന്നു. ആ പ്രകൃതിയാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. ആസീത് പ്രകൃതിരേവേദം. പിന്നെ എന്ത് സംഭവിച്ചു? യഥാ ആദൗ യോഗവൈഭവം എന്ന പോലെ നാരായണ ഗുരു ഒരു യോഗിയായിരുന്നു. പലതരത്തിലുള്ള അത്ഭുത പ്രവൃത്തികൾ ഗുരു കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാക്ഷികളും കണ്ടിട്ടുള്ള സാക്ഷികളും ജീവചരിത്രകാരന്മാരും ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്നാൽ ഗുരു താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടും ഇല്ല. അതേസമയം യോഗികൾക്ക് ഇത് സാധ്യമാണ് എന്ന് ഗുരു അംഗീകരിക്കുന്നുമുണ്ട്. അതിലൊരു സന്ദർഭമാണിത്. മറ്റൊരു സന്ദർഭം അദ്വൈത ദീപികയിൽ വരും. ആ ശ്ലോകം ഏതാ സ്വാമി? യോഗസ്ഥനായി കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടും, നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടും യോഗി. സ്വന്തം നിലയിൽ നിന്നൊരിക്കലും ആ നിലയ്ക്കൊരു മാറ്റവും വരാതെ പലതരത്തിൽ വിഹരിക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് താൻ ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവർ തന്നിൽ ഇതെല്ലാം കാണുകയാണ് ചെയ്യുന്നത് എന്ന് അവിടെ പ്രകടമായി തന്നെ ഗുരു പറയുന്നു. ഇവിടെ കുറച്ചുകൂടി അധ്യാരോപദർശനമാണല്ലോ. പ്രകടമായി തന്നെ യോഗവൈഭവ യഥാ യോഗവൈഭവ, യോഗവൈഭവം എന്ന പോലെ യതനോത് അത യോഗീവ, യോഗികൾ എങ്ങനെയാണോ ഇതിങ്ങനെ തന്നിൽ നിന്ന് തന്നെ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്, അതുപോലെ ആദോ യോഗവൈഭവ വേദനോദ് അഥ യോഗീവ സിദ്ധിജാലം ജഗത്പതി. യോഗികൾക്കുള്ള സിദ്ധിജാലം എന്ന പോലെ ജഗത്പതി ഇതെല്ലാം എവിടെ നിന്ന്? സ്വന്തം പ്രകൃതിയിൽ നിന്ന് ഇതെല്ലാം വെളിപ്പെടുത്തി. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരം. ഒന്നാമത്തെ അല്ല, 6ാമത്തെ ശ്ലോകത്തിൻ്റെ സാരം. ഇനി ഇതിൽ ഉണ്ടാകാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. യോഗ ഇത് കാണിക്കുന്നുണ്ടെങ്കിലും യോഗിയിൽ ഇതെല്ലാം
യോഗവൈഭവം എന്ന പോലെ യോഗിയിൽ കാണുന്നുണ്ടെങ്കിലും യോഗി ഇത് കാണിക്കുന്നുണ്ടോ, യോഗി ഇതെല്ലാം കാണിക്കുന്നുണ്ട് എന്ന് കരുതത്തക്കവണ്ണം ഗുരു എങ്ങും എഴുതി വച്ചിട്ടില്ല. അതുപോലെ നാരായണ ഗുരുവും തൻ്റെ യോഗവൈഭവങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ചില ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും ഗുരു തനിക്ക് യോഗവൈഭവം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ചെയ്യാനിടയുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണ് ഗുരുവിൻ്റെ സ്വഭാവവും ഫിലോസഫിയൊക്കെ പഠിച്ച എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കെല്ലാം എന്ത് ചോദിക്കാനുള്ളത്? സമയത്ത് മാത്രമേ മായാവി ഇതുള്ളൂ. അതേസമയം യോഗിക്ക് എപ്പോഴും ഈ സിദ്ധി വൈഭവം യോഗിയിലെ ഈ സിദ്ധി വൈഭവം സദാ ഉണ്ടായിരിക്കുമല്ലോ യോഗിക്ക്. അതേസമയം മായാവി മുന്നിലുള്ള ഒരു ശ്ലോകത്തിൽ മായാവിയെ പോലെയാണ് അത് മായ പ്രകടനം നടത്തുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതേസമയം യോഗിക്കാണെങ്കിൽ എപ്പോഴും യോഗിയിൽ ആ വൈഭവം ഉണ്ടെങ്കിലും യോഗി എപ്പോഴും ആ വൈഭവം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇങ്ങനെ നിരന്തരം നാരായണ ഗുരുവിൻ്റെ ചരിത്രത്തിൽ തന്നെ ഗുരു ചില യോഗസിദ്ധികളൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ട്. നാരായണ ഗുരു പിന്നെ ഏതോ അരുവിപ്പുറത്ത് ഒരു സ്ഥലത്തിരുന്ന് ഒരു വാഴപ്പഴം തിന്നു, അതിൻ്റെ തൊലി നാഗർകോവിലൂടെ കിടക്കുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇതും നിരന്തരം കാണുന്നുണ്ടോ? ഇല്ല. ഓരോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം അങ്ങനെ ഉണ്ട്, സാധ്യതയുണ്ട്. അല്ലല്ലോ, അതിനുള്ള സാധ്യത എപ്പോഴും അതിലുണ്ടല്ലോ. പിന്നെ അതുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം രണ്ട് വെവ്വേറെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഒന്ന് മായാവിയുടേത് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്, മറ്റുള്ളവരെ വിനോദിപ്പിക്കാൻ വേണ്ടി മാത്രം. സിദ്ധിജാലം അങ്ങനെയല്ല. ഒരാൾ സിദ്ധനായി കഴിയുമ്പോൾ അയാളിൽ സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്ന ചില പ്രത്യേകതകളാണ്. അപ്പോൾ യോഗ സൂത്രത്തിലെ മൂന്നാമത്തെ അല്ലേ, മൂന്നാമത്തെ പാദം, അതിൻ്റെ പേര് തന്നെ സിദ്ധിപാദമാണ്, നേറ്റമാണ്. അങ്ങനെയാണ് യോഗിക്കുണ്ടാകുന്ന സിദ്ധി വൈഭവങ്ങൾ ആണ് അതിനകത്ത് ആദ്യന്തം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സിദ്ധന് സ്വാഭാവികമായി അയാൾ ആഗ്രഹിക്കാതെ തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. മറ്റത്
മായാവി അതിനു വേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്ത് ദീർഘകാലത്തെ ട്രെയിനിങ് ഉണ്ട്. അതിന് സൈക്കോളജിയൊക്കെ പഠിക്കണം. മറ്റുള്ളവരുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ മൈൻഡാക്കി എടുക്കത്തക്ക വേണമുള്ള അത് നിമിഷനേരത്തേക്ക് ആക്കി എടുക്കത്തക്ക വേണമുള്ള സൈക്കോളജിയൊക്കെ അവർ പഠിക്കണം. ഇപ്പോൾ രണ്ടും തൽക്കാലത്തേക്കുള്ള അല്ല, സാധ്യത ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. അതിനെ പ്രകടമാക്കി തീർക്കുന്നില്ല എന്നേ ഉള്ളൂ. മജീഷ്യൻ സ്വന്തം ഇച്ഛയാൽ മറ്റുള്ളവരെ വിനോദിപ്പിക്കാൻ വേണ്ടി അത് പ്രകടമാക്കി തീർക്കും. ഇത് പലപ്പോഴും സ്വന്തം ഇച്ഛപ്രകാരം അല്ലാതെ തന്നെ ആളുകൾ സിദ്ധന്മാരിൽ ഈ അത്ഭുത വൈഭവങ്ങൾ, സിദ്ധിജാലങ്ങൾ കണ്ടെന്ന് വരും. ഏതായാലും അതൊന്നും വിശദീകരിക്കാൻ എനിക്കാവുകയില്ല, കാരണം ഞാനൊരു സിദ്ധനല്ല. സിദ്ധന്മാർ ഒട്ട് വിശദീകരിച്ച് തരും എന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ യോഗികൾക്ക് സിദ്ധിയുണ്ടാകുന്നത് എങ്ങനെയത് ആ യോഗസൂത്രത്തിലെ ഈ മൂന്നാമത്തെ പാദത്തിൽ വളരെ ദീർഘമായി വിവരിച്ചിട്ടുണ്ട്, വിഭൂതിപാദം. അപ്പോൾ അതിലൊന്നും തന്നെ ഈ അവരിതെല്ലാം കാണിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവരിൽ ഇതെല്ലാം കാണും എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് തന്നെയല്ല, ആ പാദത്തിൻ്റെ അവസാനം വരുമ്പോൾ ഇങ്ങനെയുള്ള സിദ്ധിജാലങ്ങളൊക്കെ യഥാർത്ഥ സിദ്ധിക്ക് വിഘാതമായി വരികയേ ഉള്ളൂ എന്ന് ഒരു സൂത്രം കൂടിയുണ്ട്. ഏതും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുമ്പോൾ ആണ് യഥാർത്ഥ സിദ്ധി എന്താണ്. അത് കൈവല്യ സിദ്ധിയാണ്. അതിനാണ് യോഗസൂത്രം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ സിദ്ധികളെല്ലാം അപ്രസക്തമായി പോകും. അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ യോഗസൂത്രത്തിലെ സിദ്ധിജാലങ്ങളെ എല്ലാം വിലയിരുത്തേണ്ടത്. മറ്റത് അതിന് തൊട്ട് മുമ്പ് യോഗസൂത്രകാരൻ പറയും, ഇതെല്ലാം യഥാർത്ഥ സിദ്ധി ഉണ്ടാകുന്നതിന് വിഘാതമായി വരികയേ ഉള്ളൂ. ഏത് പറഞ്ഞ സിദ്ധികളെല്ലാം. പ്രപഞ്ചം ശാശ്വതമല്ലല്ലോ. പ്രപഞ്ചത്തിൻ്റെ ശാശ്വതത്വത്തിൻ്റെ ഇവിടെ സ്ഥാനമില്ല. യോഗിക്ക് യോഗ വൈഭവമുണ്ടായി ഒന്ന് കാണിച്ചു, അതിന് ശാശ്വതത്വം ഒരിക്കലുമില്ല. അതുപോലെ മാത്രമേ ഉള്ളൂ ഈ യോഗിയുടെ യോഗവൈഭവം എന്ന പോലെ ആരിൽ നിന്നും, ജഗത്പതിയിൽ നിന്നും സ്വന്തം പ്രകൃതിയാൽ ഉണ്ടായ ഈ പ്രപഞ്ച ദൃശ്യം, അതിന് ശാശ്വതത്വമില്ല. അത് ഈ കൃതിയിൽ ആദ്യന്തം നമുക്ക് തെളിഞ്ഞു കാണാം. ഈ സൃഷ്ടിയുടെ കഥ ഈ അധ്യായത്തിൽ ആദ്യവസാനം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ജഗത്തിന് ഒരു ശാശ്വതത്വമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അതിന് ഓരോ ശ്ലോകത്തിലും സൂചനകളുണ്ട്. മറ്റേത് സ്വപ്നവത് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ സിദ്ധിജാലം
എന്ന പോലെ സിദ്ധിജാലത്തിന് ശാശ്വതത്വം ഇല്ലാത്തതുപോലെ പിന്നെ ഈ ജഗത്പതിയിൽ സ്വന്തം പ്രകൃതിയിൽ പ്രകടമായി കാണുന്ന ഈ വിശ്വത്തിനും ഈ പ്രപഞ്ചത്തിനും ശാശ്വതത്വം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം അത് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ അധ്യാരോപ ദർശനമാണ്. ഓരോ ശ്ലോകത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത് അധ്യാരോപത്തിൻ്റെ ഓരോ മുഖമാണ്. അധ്യാരോപത്തെ നമുക്ക് ഒരു വശത്ത് നിന്നുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നല്ല, ഏത് വശത്ത് നിന്നുകൊണ്ടും സാധിക്കും. അതിൽ 10 വശങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അധ്യാരോപിതമായ വിശ്വത്തിൻ്റെ രചനയെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി എന്താണ്? മായ മുഖാന്തരമാണ്, ഈശ്വരനിലിരിക്കുന്ന മായ മുഖാന്തരമാണ് ഈ പ്രകൃതി പ്രകടമായി തീരുന്നത്. അതായത് ഈശ്വരൻ ക്രിയാത്മകമായി ഈശ്വരനെ ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു സത്യമായിട്ട് നമുക്കിങ്ങനെ ഈശ്വരൻ്റെ മായാവൈഭവം തന്നെയാണ് ആദ്യന്തം നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. അത് ഏത് വശത്ത് നിന്നുകൊണ്ട് പറഞ്ഞാലും ഈശ്വരൻ്റെ ജഗത്പതിയിലുള്ള മായ മുഖാന്തരമാണ് ജഗത്പതി തന്നെ പ്രകൃതിയായി പ്രതീതമാകുന്നത്. ആ പ്രകൃതിയിൽ നിന്നാണ് പിന്നെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഈ ശ്ലോകപ്രകാരം അപ്പോൾ ഇതിനെല്ലാം ബ്രോഡ്കാസ്റ്റായിട്ട് അതിൽ തന്നെ ഇരിക്കുന്നത് മായയാണ്. അതെ, ഒരിടത്തെ പറഞ്ഞ ആ ഒരു ശ്ലോകത്തിൻ്റെ വിപുലനമാണ് ഈ അധ്യായം മുഴുവൻ. ദർശനമാലയിലെ ഈ അധ്യാരോപ ദർശനം മുഴുവൻ ആ ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ വിപുലനമാണ്. ഇപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ വ്യാഖ്യാനം എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് നാരായണ ഗുരു തൻ്റെ ദർശനം എത്ര ക്രിപ്റ്റിക്കായിട്ടാണ്, ചുരുക്കിയാണ് ആത്മോപദേശ ശതകത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സുവ്യക്തതയ്ക്ക് യാതൊരു ഓട്ടവുമില്ല, മുഴുവൻ വ്യക്തമാണ്. അതേസമയം ആത്മോപദേശ ശതകത്തിലെ ശുദ്ധമായ ആത്മതത്വം എന്ന് വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ആദ്യത്തെ പകുതിയിലാണ്. അതിൽ 3 ഭാഗങ്ങൾ മാറ്റിവെക്കണം. ഏതൊക്കെയാണ്? 21 തൊട്ട് 25 വരെയുള്ള എത്തിക്സിനെ പറ്റിയുള്ള ഭാഗം ഇതിനോട് ചേർന്ന് വരുന്നതാണ്. എന്നാലും ഫിലോസഫി പ്രോപ്പറിൽ പെടുന്നതല്ല. പിന്നെ 36 മുതൽ 42 വരെയുള്ള അറിവിൻ്റെ സ്വരൂപഘടന, അത് വൃത്തിസ്ഥമായിരിക്കുമ്പോൾ അതിൻ്റെ സ്വരൂപഘടന മറ്റൊരു ചിന്തകനും ഒരു ദാർശനികനും ഒരു വേദാന്തിയും
കൈകാര്യം ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ആണ് ഗുരു അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 43 തൊട്ട് 49 വരെ മതമീമാംസ. ഇത്രയും ഭാഗങ്ങൾ മാറ്റിവെച്ചാൽ പിന്നെ എത്ര ശ്ലോകമുണ്ട്? ചുരുക്കത്തിൽ 21ാമത്തെ ശ്ലോകം കഴിഞ്ഞാൽ, അല്ല 20ാമത്തെ ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ 50 അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങൾക്കകത്ത് ഗുരുവിന് തൻ്റെ ദർശനം വളരെ ഗുരു ആത്മാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് എങ്ങനെ സാക്ഷാത്കരിക്കാം, ഇതൊക്കെ ഇത്രയും ശ്ലോകങ്ങൾക്കകത്ത് ഒരു 25 ശ്ലോകം എന്ന് നമുക്ക് പറയാം, അതിനകത്ത് ഒതുക്കി ഗുരു അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ 51 തൊട്ട് ഉള്ളത് മായാവിഭൂതികളാണ്. അത്ഭുതം എന്നേ പറയാൻ പറ്റൂ. ഇതിനകത്ത് ഇത്രയും ശ്ലോകങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി എന്താണ് ആത്മദർശനം എന്ന് ഗുരു ഇങ്ങനെ നമുക്കെടുത്ത് കാണിച്ചു തന്നിരിക്കുന്നു. ആ വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവർ. അത് തന്നെയാണ് ധ്യാരോപദർശനം. അതിൻ്റെ ഓരോ മുഖങ്ങൾ എടുത്ത് പറയുന്നു എന്ന് മാത്രം. യഥാ ആത്മവിദ്യാ സങ്കോചക തഥാ അവിദ്യാഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. യഥാ ആത്മവിദ്യാ സങ്കോചക, എവിടെയാണോ ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നത്, തഥാ അവിദ്യാഭയങ്കരം, ഭയത്തെ ഉളവാക്കുന്ന ആത്മവിദ്യ അപ്പോൾ ആത്മവിദ്യ സങ്കോചസ്തഥാ അവിദ്യാഭയങ്കരം. പിന്നെ നാമരൂപാത്മന അത്യർത്ഥം, നാമരൂപങ്ങളായി അത്യർത്ഥം വിഭാതീഹ പിശാചവത്, അത്യർത്ഥം ഭയമുളവാക്കുന്ന പിശാചനെ പോലെ നാമരൂപങ്ങളോടുകൂടി അത് വെളിപ്പെട്ടു വരും. ഏത്? അവിദ്യ. അതിൻ്റെ പ്രത്യേകത നമ്മളറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഭയമുണ്ടായി അതിൻ്റെ പ്രയാസത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ നമ്മളറിയുന്നില്ല ഇത് അവിദ്യ മുഖാന്തരം നമ്മൾ സംഭവിക്കുന്നതാണ് എന്ന്. പിന്നെ ഇതൊക്കെ പഠിച്ച് വേദാന്തമെല്ലാം പഠിച്ച് ഇപ്പൊ വേദാന്തിയുടെ വശത്ത് നിന്ന് എങ്ങോട്ട് നോക്കുമ്പോൾ ശരി, അവിദ്യ മുഖാന്തരമാണ് ഇവരെല്ലാം ഭയന്ന് വശാകുന്നത് എന്നങ്ങോട്ട് നോക്കി പറയാം. പക്ഷെ ഭയന്ന് ജീവിക്കുന്നവരുടെ കാര്യമോ അവരിതൊന്നും അറിയുന്നില്ല. എന്നറിയുന്നു അന്നവർ ഭയത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞിരിക്കും. ഭയം ഉണ്ടാക്കുന്നതായ സംഭവങ്ങളുണ്ടായാലും ഇതെല്ലാം പ്രകൃതിയുടെ ഒരു കളി, അല്ലെങ്കിൽ ഒരു മായയുടെ ഒരു കളി എന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ അങ്ങ് ഈസിയായിട്ട് എടുത്തു കളയും. അതാണ് വിദ്യ ഉണ്ടാകുമ്പോഴുള്ള പ്രയോജനം. യഥാത്മവിദ്യ സങ്കോചസ്തഥാ വിദ്യ ഭയങ്കരം. വിദ്യയ്ക്ക് സങ്കോചിക്കാനും വികസിക്കാനും സാധിക്കുമോ? ആ വാക്കെങ്ങനെയാണ്, എന്തിനാണ് ഗുരു അങ്ങനെ പ്രയോഗിച്ചത്?
സ്വാമി, വിദ്യ യഥാ ആത്മവിദ്യ സങ്കോച, എപ്പോഴാണോ ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ അവിദ്യകളെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇത് മുഖാന്തരം ഉണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളിൻ്റെ കാര്യത്തിൽ പോലും പെട്ടെന്ന് ഭയത്തിന് അയാൾ അടിപ്പെട്ടു പോയെന്ന് വരും. അത് പിന്നീട് അയാൾ ഓർത്തു അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും വരും. അപ്പോൾ അതൊരു വിദ്യയുടെ സങ്കോചാവസ്ഥയാണ് എന്ന് പറയാം. എന്താ സ്വാമി? അങ്ങനെ പലർക്കും സംഭവിക്കാറില്ലേ? ഉണ്ട്. ഇത്ര അറിവുള്ള ആളുകളുടെ കാര്യത്തിലായാലും ചിലപ്പോൾ അറിയാതെ പെട്ടെന്ന് ഭയന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. അപ്പോൾ മറ്റതൊക്കെ അങ്ങ് മറക്കും. അത് കഴിഞ്ഞ് ഓർക്കും, അല്ല, ഞാനിങ്ങനെ ഭയക്കാൻ പാടില്ലല്ലോ, ഇത് വെറും അവിദ്യ മുഖാന്തരം ഉണ്ടാകുന്നതല്ലേ എന്ന് ഓർത്ത് അയാൾ അതിൽ നിന്നിട്ട് ഉടനെ തന്നെ കരകയറുകയും ചെയ്യും. അപ്പോൾ വിദ്യയ്ക്ക് അവിടെ ഒരു സങ്കോചം സംഭവിച്ചതുപോലെ ഇരിക്കുകയാണ്, അല്ലേ? അവിടെ വിദ്യയ്ക്കൊരു സങ്കോചം സംഭവിച്ചതുപോലെ അല്ലേ ഇരിക്കുന്നത്, തൽക്കാലത്തേക്കെങ്കിലും, അല്ലേ? അപ്പോൾ അത് ആ സന്ദർഭത്തിൽ, ആ പ്രത്യേക സന്ദർഭത്തിൽ വിദ്യ സങ്കോചിച്ച് അല്ലെങ്കിൽ മറഞ്ഞ് ഇരുന്ന് പിന്നെ അത് തെളിഞ്ഞു വന്നു. അപ്പം അങ്ങനെ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യരുടെ സ്വഭാവമല്ലേ ഇത്. പിന്നെ അതെ, അത് ഇങ്ങനെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സന്ദർഭങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഭയം വന്ന് പിടിപെട്ടു എന്ന് വരാം. അപ്പോഴൊക്കെ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതൊട്ട് വരാതാകും. അത് പിന്നെ മുന്നോട്ട് പോകും തോറും അതിൻ്റെ ആവശ്യകത കുറഞ്ഞു വരും, പിന്നെ അത് തീരെ ഇല്ലാതാകും. ഇവിടെ ദർശനമാലയിൽ നമ്മൾ അധ്യാരോപ ദർശനത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. യഥാ ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം. മനുഷ്യരെ മാത്രം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തെറ്റുവരുത്താനുള്ള എല്ലാ സാധ്യതകളോടും കൂടിയാണ്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുമുണ്ട്. എന്താണ്? ഭയങ്കരവിധം ശൂന്യം വേതാളനഗരം യഥാ തഥൈവ വിശ്വമഖിലം വ്യകരോത് അത്ഭുതം വിഭു. ക്രിസ്തുമതത്തിൽ ഇന്നും ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു വലിയ ചോദ്യമുണ്ട്. എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും പൂർണ്ണനായ ദൈവം, ദൈവത്തിൽ ഒരു അപൂർണതയുമില്ല. അങ്ങനെ ഏത് തരത്തിലും പൂർണ്ണനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ തിന്മ എങ്ങനെയുണ്ടായി എന്ന് തിയോളജിയന്മാരെല്ലാവരും കഠിന ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ. ഇതുവരെ അവർ കണ്ടെത്തിയിട്ടില്ല. നാരായണ ഗുരു അതിനും ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തിന്മ ചെയ്യാനുള്ള സാധ്യതകളോടുകൂടിയാണ്. കാരണം നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവും കൂടി ദൈവം തന്നെ മനുഷ്യന് വച്ചു കൊടുത്തിരിക്കുന്നു.
അത് മറ്റ് ഒരു ജീവജാലത്തിനും ആവശ്യമില്ല. ഉണ്ടോ? നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട ആവശ്യം മറ്റേതെങ്കിലും ജീവിക്കണ്ടോ? ഇല്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള ഒരു പ്രത്യേക കഴിവോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ ഈ തിരിച്ചറിവില്ലാതെ വരുമ്പോൾ, തിരിച്ചറിവ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണം എന്നില്ല, തിരിച്ചറിവില്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും? തിന്മ ചെയ്യും. പിന്നെ എന്താണ് നന്മ, എന്താണ് തിന്മ, ഏതർത്ഥത്തിലാണ് ദൈവം എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായിരിക്കുന്നത്? ദൈവത്തിൻ്റെ പൂർണ്ണതയെ സാധാരണ ദൈവശാസ്ത്രജ്ഞന്മാർ, തിയോളജിയന്മാർ വിലയിരുത്തിപ്പോരുന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിലുള്ള നന്മ തിന്മകളെ വച്ചുകൊണ്ടാണ്. മനുഷ്യനുണ്ടാക്കിയ നന്മ തിന്മകളെ പറ്റിയുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവം നന്മ തിന്മകളെ വച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായ ദൈവമാണ് ആണെങ്കിൽ ആ പൂർണ്ണത മനുഷ്യൻ്റെ ദൃഷ്ടിയിലുള്ള പൂർണ്ണതയാണോ അല്ലേ? മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലുള്ള പൂർണ്ണത ആയിരിക്കാൻ നിവൃത്തിയില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ സൃഷ്ടിച്ച നന്മതിന്മകളെപ്പറ്റി അറിയാമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സർവജ്ഞനാണ് ദൈവം എന്നുള്ളതുകൊണ്ട് അതും അറിയാമായിരിക്കാം. അല്ലാതെ നോക്കിയാൽ മനുഷ്യൻ സൃഷ്ടിച്ച നന്മതിന്മകളെപ്പറ്റിയുള്ള സങ്കല്പം ദൈവത്തിന് ഒരുപക്ഷെ അജ്ഞാതമായിരിക്കാം. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവമാണല്ലോ എല്ലാം സൃഷ്ടിച്ചത്. ദൈവം ഇങ്ങനെ വേണ്ടാത്തതൊക്കെ സൃഷ്ടിക്കുമോ? ആവശ്യമില്ലാത്തതൊക്കെ സൃഷ്ടിക്കുമോ? അപ്പോൾ ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ വെറൈറ്റി ഉണ്ട്, അത് നേരാണ്. ആ വെറൈറ്റിയെ മനുഷ്യരാണ് വകതിരിച്ച് ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ ചീത്തയാണ് എന്ന് വിലയിരുത്തിയത് അല്ലേ? ഇടയായത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ സൗകര്യം അല്ലേ? മനുഷ്യന് സന്തോഷിക്കാൻ അവസരം നൽകുന്നത് നല്ലത്. മനുഷ്യന് സന്തോഷിക്കാൻ അവസരം നൽകാത്തതും ചിലപ്പോൾ ദുഃഖിക്കാൻ അവസരം കൊടുക്കുന്നതും ഒക്കെ ചീത്ത എന്ന് വിലയിരുത്തിയതാര്? മനുഷ്യനാണ്. ദൈവമാണോ? അതെ അതെ, അത് വെറൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും വെറൈറ്റി എന്നത് ദൈവസൃഷ്ടിയുടെ ഒരു അവിഭാജ്യമായ അംശമാണ്, ഒരു പ്രത്യേകതയാണ്. അത് വച്ചുകൊണ്ട് നന്മതിന്മകളെ വകതിരിക്കുക എന്നത്, അതിലേതെങ്കിലും നല്ലതും ദൈവസൃഷ്ടിയിൽ ഏതെങ്കിലും നല്ലത് ഏതെങ്കിലും ചീത്ത എന്ന് പറയാനാവുമോ? നമുക്കൊരു പക്ഷേ
മനുഷ്യൻ്റെ കണ്ണിൽ അവന് ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ട് ചീത്ത എന്ന് വിലയിരുത്തിയതും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു പക്ഷേ നല്ലത് തന്നെ ആയിരിക്കാം, അല്ലേ? അതുകൊണ്ട് ഈ ചോദ്യത്തിന് ദൈവത്തിൻ്റെ എല്ലാം കൊണ്ടും പൂർണ്ണനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ എങ്ങനെ തിന്മയ്ക്ക് സ്ഥാനമുണ്ടായി? അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പൂർണ്ണതയും നമ്മുടെ അതെന്താണ് രണ്ടും ആരുടെ കൽപ്പനയിലുള്ളതാണ്? മനുഷ്യകൽപ്പനയിലുള്ളതാണ്. അപ്പോൾ മനുഷ്യകൽപ്പനയിലുള്ള നന്മ തിന്മകളെപ്പറ്റിയുള്ള സങ്കല്പം വച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണതയെ വിലയിരുത്തിയപ്പോൾ ഉണ്ടായ ചോദ്യമാണിത്. ഒരു വലിയ തെറ്റിനെ അടിസ്ഥാനമാക്കി ഉണ്ടായ ചോദ്യമാണിത്. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തുമ്പോൾ, ഏതാ തെറ്റ്? ദൈവത്തിൻ്റെ നന്മയുടെ സ്വഭാവം എന്ത് എന്ന് കണ്ടെത്തി അതുമായിട്ടുള്ള താതാത്മ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ചോദ്യം ഇല്ലാതാകും. എന്നല്ലാതെ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ധാരണ വച്ച് പുലർത്തുന്നിടത്തോളം കാലം ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം യഥാ തഥൈവ വിശ്വമഖിലം വ്യകരോത് അത്ഭുതം വിഭു. ഇത് ദൈവത്തിൻ്റെ ഒരത്ഭുതമാണ് എന്നേ പറയാനാവൂ. എന്താണ്? ഭയങ്കരമായും ശൂന്യമായും വേതാള നഗരം പോലെയും ഒക്കെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ലോകം, ദൈവം സൃഷ്ടിച്ച ഈ ലോകം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആദ്യം വേണ്ടത് ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ സ്വഭാവമെന്ത് എന്ന് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തുമ്പോഴേക്കും ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മുടെ പൂർണ്ണതയും കൂടിയായി മാറിയിരിക്കും. അതിനെയാണ് ദൈവസാക്ഷാത്കാരം, അല്ലെങ്കിൽ അത് വേദാന്തത്തിൻ്റെ സന്ദർഭത്തിൽ വരുമ്പോൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ വിളിക്കുന്നത്. ഭയങ്കരമിതം ശൂന്യം 8 ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം യഥാ തഥൈവ വിശ്വമഖിലം വ്യകരോത് അത്ഭുതം വിഭു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ല ഒരു ലോകമായിട്ടല്ല, നന്മയും തിന്മയും ഒക്കെ നിറഞ്ഞ ലോകമായിട്ടാണ്. ഈ നന്മയും തിന്മയും ആരുടെ കണ്ണിൽ? മനുഷ്യരുടെ കണ്ണിൽ. അങ്ങനെ മനുഷ്യരുടെ കണ്ണിൽ ഭയങ്കരമെന്നും ശൂന്യമെന്നും, പലർക്കും ജീവിതം അർത്ഥമില്ലാത്തതും ശൂന്യമായിട്ടും ഒക്കെ അനുഭവപ്പെടും പല ജീവിത സന്ദർഭങ്ങളിലും. ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം യഥാ. അയ്യോ, ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ വന്ന് ജീവിക്കേണ്ടായിരുന്നു, വന്ന് പതിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും. തഥൈവ വിശ്വമഖിലം വ്യകരോത്. അത്തരത്തിലാണ് ഈ വിശ്വത്തെ മുഴുവൻ അത്ഭുതം വിഭു, അത്ഭുതമെന്ന് പറയട്ടെ, വിഭുവായിട്ടുള്ളവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊരു ഫാക്റ്റ് ഗുരു പറഞ്ഞു എന്നാണ്, വാദഗതി അവതരിപ്പിക്കുകയല്ല. ഈ ഭയങ്കരമായിട്ട് ആര് കാണുന്നു?
മനുഷ്യൻ കാണുന്നു. ദൈവം കാണുന്നുണ്ടോ എന്ന് കരുതാൻ നിവൃത്തിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ ഈ മനുഷ്യൻ സങ്കല്പിച്ചിട്ടുള്ള നന്മ തിന്മകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അവിടെ ഒരു സത്യത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന വിഭൂതികളിൽ, വിഭൂതി എന്നൊരു മറ്റേ വിഭൂതിയല്ല, യോഗ ദർശനത്തിലെ വിഭൂതിയല്ല, വിശേഷ രൂപത്തിൽ ഭവിച്ചതെല്ലാം വിഭൂതിയാണ്. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗം. അങ്ങനെയുള്ള വിഭൂതികളിൽ മനുഷ്യർ കാണുന്ന നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ മനുഷ്യർ ചീത്തയെന്ന് കാണുന്നത്, തിന്മയെന്ന് കാണുന്നത് ജീവിതത്തിൽ അധികം കാണുമ്പോൾ ജീവിതം തന്നെ അർത്ഥമില്ലാത്തതായി തീർന്നു പോകും. അതുകൊണ്ട് എന്തു വേണം? ദൈവത്തിൻ്റെ മഹിമയെ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ നന്മ ഏത്? ദി ആബ്സല്യൂട്ട് ഗുഡ്നസ്, നിരവാധികമായ നന്മ. നമുക്കെല്ലാം അറിയാവുന്നത് സ്വാഭാവികമായ നന്മയാണ്. നമ്മൾ ആ സങ്കല്പം, സ്വാഭാവികമായ നന്മതിന്മ സങ്കല്പങ്ങൾ വച്ചുകൊണ്ടാണ് ഈ ലോകത്തെ ദൈവം തിന്മ നിറഞ്ഞതായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കരുതുന്നത്. ദൈവത്തിൻ്റെ നന്മയുടെ അബ്സല്യൂട്ട്നെസ്, നിരുപാധികത്വം കണ്ടെത്തുമ്പോൾ അവിടെ നന്മയുമില്ല തിന്മയുമില്ല. അപ്പോൾ കാണാം ഇങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഏതാണ്? തിന്മ നിറഞ്ഞ ഒരു ലോകം ലോകം ദൈവം സൃഷ്ടിച്ചു എന്ന ഒരു പ്രശ്നമേ ഇല്ലല്ലോ എന്ന് അപ്പോൾ മനസ്സിലാകും. അതാണ് നമുക്ക് വേണ്ടത്.